എത്ര താങ്ങാൻ പറ്റാത്ത ചൂടാണെന്ന് പറഞ്ഞാലും വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായ കുടിച്ചില്ല, അതും ചൂടോടെ ചായ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു സുഖക്കുറവ് പോലെയാണ്. അങ്ങനെ ഞാൻ വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോൾ വന്ന് ഒരു ചായയൊക്കെ ഇട്ടു. എനിക്കിപ്പോൾ വരെ ഏലക്ക ചായ കുടിക്കാനാണ് കേട്ടോ താല്പര്യം കൂടുതൽ. അങ്ങനെ ചായ ഒന്ന് അടുപ്പിലിട്ടപ്പോഴത്തേക്ക് ഏകദേശം വിയർത്ത് കുളിച്ചത് കൊണ്ട് ഞാൻ കുറച്ച് നേരം അടുക്കളയിൽ പുറത്തോട്ട് പോയി ഒന്ന് എത്തിയൊക്കെ നോക്കി, ചെറിയ കാറ്റടിക്കാൻ വേണ്ടിയിട്ട്. എവിടാ കാറ്റൊന്നും ഇല്ല ഗൈസ്. അങ്ങനെ ഞാനിവിടെ സിറ്റൗട്ടിൽ ചായ എടുത്ത് ആദ്യക്കുട്ടനുമായിട്ട് ഇവിടെ വന്നിരുന്ന് ചായ കുടിച്ചു. നമ്മൾ ചായ കുടിക്കുന്നത് നോക്കിക്കൊണ്ട് ബ്രൂണോ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ അവന് ചായ ഇപ്പോൾ കൊടുക്കില്ല, പൂട നന്നായി കൊഴിയുന്നതുകൊണ്ട്. ഞാൻ ചായ കുടിച്ച് അകത്തോട്ട് കയറിയതും ഈ മരത്തിലൊക്കെ വലിഞ്ഞ് കയറി. അങ്ങനെ ഞാൻ 2 വഴക്കൊക്കെ കൊടുത്തപ്പോഴത്തേക്കുള്ള എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. ഇപ്പോഴത്തെ ഓരോ ന്യൂസും കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും കയറി ഇരുന്നാൽ അറിയത്തില്ലല്ലോ, ചൂടല്ലേ. പിന്നെ വീണ്ടും അടുക്കളയിലോട്ട് വന്ന് ഞാൻ അരി ആട്ടാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി ഞാൻ കഞ്ഞിവെള്ളത്തിൽ കൂടെ ചേർത്ത്. ഞാൻ കഞ്ഞിവെള്ളം കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ സമയത്ത് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കാണ് ഞാൻ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു പന്നിയുടെ ശല്യം നമുക്ക് നല്ല കൂടുതലുള്ളതുകൊണ്ടിട്ട് തന്നെ അത്യാവശ്യം എല്ലാ സാധന സാമഗ്രികൾക്കും നാശനഷ്ടം വരുന്നുണ്ട്. ഞാനൊരു പൈനാപ്പിളിൻ്റെ മൂട് അവിടെ കൊണ്ട് ഊന്നി വെച്ചിരുന്നു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അതൊന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ മാവിൻ്റെ മൂട്ടിൽ കുറച്ച് വേസ്റ്റ് ഇട്ടിരുന്ന എല്ലാം കൂടിയൊക്കെ പന്നലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് അരിയെല്ലാം ആട്ടി മാവെല്ലാക്കി ഒന്ന് കലക്കി സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സ്കൂട്ടർ എടുത്തിട്ട് കുറച്ച് ദിവസം ആയത് കൊണ്ടിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. അങ്ങനെ ഞാൻ വന്ന് സ്കൂട്ടറൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് അതൊക്കെ കഴിഞ്ഞ് മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് പുല്ലുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. കണ്ണിൽ കാണുന്നതെല്ലാം അപ്പോഴപ്പോഴും പുഴുത് കളയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അകത്തോട്ട് കയറി. ആദ്യക്കുട്ടനോട് ചെടിക്ക് വെള്ളം ഒഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാര്യം നമുക്ക് കിണറ്റിൽ വെള്ളം കുറവാണ്, നമ്മൾ കഷ്ടിച്ചാണ് എടുക്കുന്നത് കേട്ടോ. സിറ്റൗട്ട് തൂക്കാനായിട്ട് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ വന്നിട്ട് അണ്ണം പോയ കാര്യമൊക്കെ ചോദിച്ചത്. അങ്ങനെ അവനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച് നിന്നതിന് ശേഷം ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഡെയിലി തുടയ്ക്കാറില്ല കേട്ടോ, ഒന്നിരാടം ഒരിക്കലാണ് തുടപ്പ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുകളിൽ തുണി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. മഴ ഇപ്പം പെയ്യും എന്ന് പറഞ്ഞൊക്കെയാണ് ഞാൻ പോയി പിറക്കിയത്. സംഭവം മഴയുടെ കോള് മാത്രമേ ഉള്ളൂ, നമുക്ക് മഴയും ഇല്ല, ഒടുക്കത്തെ ചൂട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നേരെ പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നതിന് ശേഷം ഞാൻ വിളക്കൊക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിച്ച് അതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അകത്ത് പോയൊരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. ഗണപതി